സൂപ്പ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കാണും. ബോറ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിന്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കും. ബോറ റോഡിന്റെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പൊ വേറൊരു കാറ് പാസ് ചെയ്യാൻ നേരത്ത് ഹോൺ അടിച്ചോണ്ട് പോകും. ഈ സൗണ്ട് കേട്ടിട്ട് ജുവാൻ നോക്കും. അപ്പോൾ ബോറ അവിടെ നിൽക്കുന്നതും അവൾ ഇതെല്ലാം കണ്ടെന്നും അവന് മനസ്സിലാവും. അന്നേരം തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങും. പുറകെ ചെന്ന് അവളെ അവിടെ പിടിച്ചു നിർത്തും. എന്തിനാ എന്നെ വിളിക്കാതെ വന്നത്, എന്താ അത്യാവശ്യപ്പെട്ട് ഇങ്ങോട്ട് വരാൻ കാരണമെന്നാണ് ചോദിക്കുന്നത്. ഇവള് ഒന്നും മിണ്ടാതെ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും മിണ്ടാതെ പോയാൽ എങ്ങനെയാ, എന്താന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് പറയും. അപ്പൊ അപ്പുറത്ത് നിന്ന് സുഹൂക്ക് ഇത് കാണുന്നുണ്ട്. അപ്പൊ അവൻ വിചാരിക്കും അവനെ ഇടിക്കാനാണോ പോകുന്നത്, അടിക്കാനാണോ പോകുന്നത്, ഇവളുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊക്കെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവള് കരഞ്ഞോണ്ടാണ് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നത് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നിയെന്ന്. അപ്പൊ ഞാൻ നിന്നെ ചീറ്റ് ചെയ്തെന്നാണോ പറയുന്നത്, ഇത് ഒരു മിസ്റ്റേക്ക് ആണ്, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നീ മനഃപൂർവ്വം വിളിക്കാതെ വന്നതല്ലേ എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത്. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കൂട്ട് തെറ്റ് മുഴുവൻ അവളുടെ ഭാഗത്താണെന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. കേൾക്കുമ്പോൾ ഇവക്ക് ദേഷ്യം വരും. അന്നേരം കാറിന്ന് ആ പെൺകുട്ടി ഇറങ്ങി വന്ന് ബോറയെ ഗ്രീറ്റ് ചെയ്യും. ബോറയ്ക്ക് ആ പെൺകുട്ടിയെ പരിചയമുണ്ട്. ഇവന്റെ കസിൻ ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് നിന്റെ ആന്റിയുടെ മോളല്ലേ, കസിൻ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവൻ മിണ്ടാതെ നിൽക്കും. ഉടനെ ഈ പെൺകുട്ടി പറയും ഞങ്ങളുടെ അമ്മമാര് തമ്മിൽ നല്ല ക്ലോസ് ആണ്, പരിചയമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ജുവാന്റെ അമ്മയെ ആന്റി എന്നാണ് വിളിക്കാറെന്ന് പറയും. അതായത് ജുവാൻ പറയുന്നത് എൻ്റെ ആന്റിയുടെ മോളാണെന്നേ പറഞ്ഞുള്ളൂ, കസിനാണെന്ന് നീ തെറ്റിദ്ധരിച്ചതാണെന്നാണ്. അപ്പൊ ഇവൻ കള്ളം പറഞ്ഞതാണെന്ന് ബോറയ്ക്ക് മനസ്സിലാവും. അവള് ദേഷ്യത്തിൽ ഇവന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കിനും ഈ പെൺകുട്ടി ഇടയ്ക്ക് കയറി ബോറ എടുത്ത് സംസാരിക്കും. ബോറ കരഞ്ഞിട്ട് നിൽക്കുവാണോ എന്ന് ചോദിക്കും. അപ്പൊ ബോറ പറയും ഞങ്ങൾക്ക് തമ്മിൽ കുറച്ച് സംസാരിക്കാനുണ്ട്, കുറച്ച് പ്രൈവസി വേണമെന്ന് പറയുമ്പോഴത്തേക്കിനും ജുവാൻ തിരിഞ്ഞ് അതിനോട് കാറിൽ പോയി ഇരിക്കുക, ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് പറയും. എന്നിട്ട് ബോറ അടുത്ത് പറയുന്നത് ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ട് വരാം, നമുക്ക് അതിനുശേഷം സംസാരിക്കാം എന്നാണ്. നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതും പോരാ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതെങ്ങനെ തെറ്റാവും, ഇതൊരു മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ട് നമ്മുടെ റിലേഷന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങോട്ടേക്ക് പറയാതെ വന്നത്, അതുകൊണ്ടല്ലേ നിനക്ക് ഇത് കാണേണ്ടി വന്നതെന്നാണ് ഇവൻ ചോദിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സൂഹൂക്കിനും ദേഷ്യം വരുന്നുണ്ട്. ഉടനെ ഇവള് ചോദിക്കും അതേ മിസ്റ്റേക്ക് ആണല്ലേ, ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ കണ്ടുപിടിച്ചുള്ളൂ, അതുകൊണ്ട് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് നിനക്ക് രക്ഷപ്പെടാം, ഞാൻ എന്തിനാ വന്നതെന്ന് പോലും അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കും. അന്നേരമാണ് ജുവാൻ ഇവള് അതിനല്ല വന്നതെന്നൊരു ചിന്ത വരുന്നത്. പക്ഷെ അവൾ ഉടനെ പറയും ശരിയാണ്, ഞാനൊരു ഹിഡൻ ക്യാമറ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ വന്നതാണ്, അങ്ങനെ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാല് തട്ടി അവിടെ റോഡിൽ വീഴും. കയ്യിൽ നിന്ന് ബാഗ് പോവും, അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പോവും. നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെയൊക്കെ നടക്കുന്നത് എത്ര എംബാരസിംഗ് ആണ്. അവൾക്കും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ ഇവൻ ഇങ്ങനെ വിളിച്ചോണ്ട് പുറകെ ഓടാൻ നേരത്ത് എന്റെ പുറകെ വരരുത്, ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ സാധനങ്ങളെല്ലാം കൂടെ പറക്കി ഇട്ടിട്ട് നടന്നു പോകും. ഇവൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സൂഹൂക്ക് പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ട് അവളുടെ പുറകെ ചെല്ലും. അപ്പൊ അവൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കിനും ജുവാൻ നോക്കുന്നുണ്ട്. ഇവനാണെങ്കിലും മണ്ടനാണെന്ന് പറഞ്ഞൂടാ, ബോറ പറഞ്ഞത് അവൻ വിശ്വസിച്ചു. നേരെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് കാറിലിരുന്ന പെൺകുട്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഈ കാറ് ടാപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊന്നും സംസാരിക്കരുത്. ബോറയ്ക്ക് തന്നെ സാങ്കിന്റെ കോള് വരും. നിങ്ങളുടെ ഫോൺ മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് സൂഹുക്ക് അന്നേരം തന്നെ ഒരു ടാക്സിയിൽ പുറകെ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ, ഫോൺ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇല്ല ഞാൻ കണ്ടില്ല, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവളുടെ നമ്പർ ഡയൽ ചെയ്ത് നോക്കും. അപ്പം ഡെബോറ ലയർ എന്നാണ് അവൻ അതിൽ സേവ് ചെയ്തേക്കുന്നത്. ഇത് കാണുമ്പോൾ ഇവർക്ക് ദേഷ്യം കൂടും. ഒന്നാമത് വിഷമിച്ച ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ബോറയുടെ കോള് വരുന്നുണ്ട്. ഇവനാണെങ്കിൽ അടുത്തുള്ള ഒരു കാറിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കും. അപ്പൊ അവള് ചോദിക്കും ആരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ, എന്നെ ലയർ എന്നൊക്കെയാണ് ഇതിൽ സേവ് ചെയ്തേക്കുന്നത്, നിങ്ങൾ എവിടെയാണ്, അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ കൊണ്ടുവന്ന് തിരിച്ചു വരാൻ പറയും. അപ്പൊ ഇവന്റെ ഫോൺ ആണെങ്കിൽ അവളുടെ ബാഗിൽ നിന്ന് താഴെ പോയിട്ട് എല്ലാം പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എങ്ങും ഇല്ല, ഒരുപാട് ദൂരെയാണ്, എനിക്ക് പെട്ടെന്ന് ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു എന്നാണ് ഇവൻ പറയുന്നത്. ആണോ, അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ടെന്ന് അവൾ ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അവിടുത്തെ പോലെ തന്നെയെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നീടൊന്നും കേൾക്കാനില്ല. നോക്കുമ്പോൾ ബോറ തൊട്ട് ബാക്കിൽ വന്ന് നിന്നിട്ടുണ്ടാവും. അപ്പം ഇയാൾ എന്നെ ഫോളോ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നാണോ എന്ന് ചോദിക്കും. അല്ല ഞാൻ ഈ ഫോൺ തരാനായിട്ട് വന്നതെന്ന് അവൻ പറയുമ്പോഴത്തേക്കിനും അവളുടെ ഫോണിലേക്ക് യൂജങ്ങിന്റെ കോൾ വരും. അപ്പൊ ഇവന്റെ കയ്യിൽ നിന്ന് അവള് ഫോൺ വാങ്ങിക്കും. അപ്പം ജുവാൻ പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂജങ് വിളിച്ചതാണ്. ലോ ബാറ്ററിയാണ്, ഞാൻ പിന്നീട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവള് ഫോൺ കട്ട് ചെയ്യും. ഉടനെ ഇവനാണെങ്കിൽ ചോദിക്കും ഇയാളുടെ കൈ മുറിഞ്ഞിട്ടുണ്ടോ, കാലം ഒക്കെ ആണോ, വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവളൊന്നും മിണ്ടാതെ അവനെ നോക്കിയിട്ട് ഫോൺ റിപ്പയറിന് കൊടുത്തു കഴിയുമ്പോൾ ബില്ല് എനിക്ക് അയച്ചു തന്നാൽ മതി, പൈസ ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നടന്നു പോകും. ഇവൻ തിരിച്ച് നടക്കുമ്പോഴത്തേക്കും ഇവന്റെ മനസ്സിൽ ഇവളൊരു ഡേറ്റിംഗ് കോച്ചൊക്കെ ആണല്ലോ, എന്തുകൊണ്ട് തിരിച്ച് ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടില്ല, ഒരു അടിയെങ്കിലും കൊടുക്കാമായിരുന്നു, അതുപോലും ചെയ്തില്ല. ഇപ്പൊ കാണുന്ന പോലെ, പറയുന്ന കൂട്ടൊന്നും അല്ല, കാണുന്ന പോലെയല്ല ആള്, തന്നെ ഇരുന്ന് കരയൊക്കെയാണ് ചെയ്യാറുള്ളതെന്ന് അവന് മനസ്സിലാവും. ബോറയ്ക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്കും അവൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ആലോചിക്കുമ്പം അങ്ങ് റിഗ്രറ്റ് ആണ്. അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് തിരിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു അടി കൊടുക്കണമായിരുന്നു, അന്നേരം തന്നെ തിരിച്ച് ചോദിക്കണമായിരുന്നു, ആ പെൺകുട്ടിയുടെ അടുത്തും എന്തെങ്കിലും പറയണമായിരുന്നു, ഒന്നും പറ്റിയില്ല.
അതിനൊന്നും പറ്റാത്തതും പോരാ, ഒരാൾ ഇതെല്ലാം കാണുകയും ചെയ്തു, ആകെ നാണക്കേടായി. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോറ ഫോൺ നോക്കും, ജുവാൻ സോറി പറയുമോ, അതിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരനക്കോ ഇല്ല ഫോണിൽ. അന്നേരമാണ് അമ്മയുടെ കോള് വരുന്നത്. നീ എന്തിനാണ് ഭൂമിയെ വഴക്ക് പറഞ്ഞത്? നിനക്ക് ചെരുപ്പും നിങ്ങളുടെ ഡ്രസ്സും ഒക്കെ ഷെയർ ചെയ്തിടണം എന്ന് അറിഞ്ഞുകൂടെ? ഒരാവശ്യമില്ലാതെ അവളെ വഴക്ക് പറയുന്നത് എന്തിനാണ്? കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ നിന്റെ കൂടെ നിൽക്കത്തില്ലെന്ന് അറിയത്തില്ലേ? നിന്റെ ടെമ്പർ എന്താണെന്ന് എനിക്കറിയാം. നീ ജുവാന്റെ അടുത്തും ഇങ്ങനെയൊക്കെയാണ് പെരുമാറാറ് എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് സംഭവിക്കാൻ, നിനക്ക് അത്രയ്ക്ക് ദേഷ്യമാണെന്ന് എനിക്കറിയാം, ഈ സ്വഭാവം എവിടുന്ന് കിട്ടുന്നോ എന്തോ എന്നൊക്കെ അമ്മ പറഞ്ഞ് ദേഷ്യപ്പെടും. ഇവൾ ആകപ്പാടെ ദേഷ്യത്തിലിരിക്കുകയാണ്. അമ്മയുടെ അടുത്തു നിന്നാണ് എനിക്ക് സ്വഭാവം കിട്ടിയതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യും. സാങ്മൻ ആണെങ്കിൽ എല്ലാ ദിവസവും കമ്പനിയിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് വിളിക്കും. പക്ഷെ ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും സ്റ്റാഫ് ആരും സമ്മതിച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അവനൊരിക്കലും പറ്റാറില്ല. അവർക്ക് എപ്പോഴും സൈഡ് ചെയ്യുന്നത് സുഹൂക്കാണ്. അതിന്റെ പേരിൽ സംസാരം ആകുമ്പോഴത്തേക്കും സുഹു അവനോട് ചോദിക്കും, എപ്പോഴും ഞാൻ ഇയാളുടെ സൈഡിലാണെന്ന് അറിയത്തില്ലേ? നമുക്കിനി മുതൽ എല്ലാവരോടും നല്ലതായിട്ട് പെരുമാറണം. നമ്മൾ ഒരാളുടെ ബ്രേക്കപ്പിന് കാരണമാവുമെങ്കിൽ തിരിച്ച് നമുക്കും അത് തന്നെ വരുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നാലും എനിക്കത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും നല്ലതായിട്ട് പെരുമാറാൻ ശ്രമിക്കാം എന്നൊക്കെ ഇവനിങ്ങനെ പറയും. അപ്പൊ സാങ്കിന് കേൾക്കുമ്പോൾ സംശയം തോന്നി, നീ എന്താ പറയുന്നത്? യൂറിയുടെ ഇനി നല്ലതായിട്ട് പെരുമാറി അവൾ തിരിച്ചു വരുമെന്നാണെന്ന് വിചാരിച്ചു വെച്ചേക്കുന്നത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ എന്ന് പറയും. അന്നേരം സുഹുവിന് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഫോൺ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അവൻ പറയാൻ എന്താണ് ശ്രമിച്ചതെന്ന് സാങ്കിന് മനസ്സിലാവുന്നില്ല. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിറച്ച് യൂറിയുടെ ഫോട്ടോസ് ആണ്. അപ്പം ബ്രേക്കപ്പ് കാരണം അവന് ആകെ വിഷമായിട്ടിരിക്കുകയാണെന്ന് സാങ്കിൻ വിചാരിക്കും. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഊണ് കഴിക്കാനായിട്ട് വന്ന് സാങ്കിനെ വിളിക്കുമെങ്കിലും സാങ്കിൻ മിണ്ടാതെ അവിടെ ഇരിക്കും. അപ്പൊ സാങ്കിൻ വരുന്നില്ല, വാ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാന്ന് പറഞ്ഞിട്ട് സുഹുക്ക് എല്ലാവരും കൂടെ വിളിച്ചോണ്ട് പോകും. അവർ പോയി കഴിയുന്നതാണ് സാങ്കിൻ അവിടെ ചെന്നിട്ട് ആ പാർട്ടീഷൻ എല്ലാം മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടേക്ക് വരും. എന്ത് ചെയ്യാനോ, ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അപ്പൊ നമുക്ക് ആദ്യം ഇത് മാറ്റണം, അതിന് വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ, എനിക്ക് ഇതെല്ലാം മാറ്റിയിട്ട് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തക്ക രീതിയിലാക്കണം എന്ന് പറയും. അപ്പൊ ഈ കുട്ടി പറയും, ഇതിങ്ങനെയല്ല, അവിടുന്ന് ചെയ്തു തുടങ്ങണം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം റെഡിയാക്കും. ഇപ്പോഴെവിടെ നല്ലതായത്, നല്ല വെളിച്ചമൊക്കെ ഉണ്ടെന്ന് കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ സാങ്കിന് സന്തോഷമാവും. അവൻ പറഞ്ഞൊരു ഐഡിയ ആരും അതുവരെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ഈ കുട്ടി മാത്രം അത് അപ്രിഷിയേറ്റ് ചെയ്തല്ലോ. അപ്പൊ കുട്ടിക്ക് കോഫിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ ഈ കമ്പനിയുടെ സിഇഒ ആരാണ്? നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള കൂളായിട്ടുള്ള ഒരാളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കുട്ടി പറയുമ്പോഴത്തേനും ഏറെക്കുറെ എന്ന് സാങ്കിൻ മറുപടി പറയും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് എല്ലാ ദിവസവും ജോലി ചെയ്യാൻ വരാൻ പറ്റിയെങ്കിൽ എത്ര സന്തോഷത്തോടെ ആയിരിക്കും വരാൻ പറ്റുക എന്നൊക്കെ ഈ കുട്ടി പറയുമ്പോഴത്തേനും സാങ്കിൻ കുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഭയങ്കര പാഷനേറ്റഡ് ആണ് അത് സംസാരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടല്ലോ, ഞാനാണല്ലോ സിഇഒ എന്ന് പറയും. അപ്പൊ കുട്ടി കാണിച്ചു കൊടുക്കും. അപ്പം സാങ്കിൻ പെട്ടെന്ന് തന്നെ പോയിട്ട് റിക്രൂട്ടിംഗ് കമ്പനിയിലേക്കാണ് വിളിക്കുന്നത്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുത്ത കമ്പനി തെറ്റിപ്പോയി. അപ്പൊ കുട്ടിക്ക് അവര് ഫോൺ ചെയ്യും, ഇങ്ങനെ മാറിപ്പോയതാണെന്ന് പറയും. പക്ഷെ അതിന്റെ മുഖം കാണുമ്പോൾ സാങ്കിന് സങ്കടമാണ്. നേരത്തെ എവിടെയാണ് വർക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലും പിന്നീട് ഒരു കോൾ സെന്ററിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. രണ്ടിടത്തും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ കുട്ടി അതിനെല്ലാം പോസിറ്റീവ്സ് ആണ് പറയുന്നത്. അത് സാങ്കിൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂടി ഉറപ്പിച്ചിട്ട് വരണമായിരുന്നു, തെറ്റ് എന്റെ ഭാഗത്താണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയല്ലോ, പിന്നെ കോഫി നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുട്ടി പോകാനായിട്ട് തുടങ്ങുന്നത്. സാങ്കിൻ ഉടനെ ചോദിക്കും, ഇയാൾക്ക് സമ്മതമാണെങ്കിൽ എന്ന്. അന്നേരം ഈ കുട്ടി ഉടനെ എനിക്ക് സമ്മതമാണെന്ന് പറയും. അതിന് ഞാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്താണെങ്കിലും എനിക്ക് സമ്മതമാണെന്ന് പറയും. ഇയാളൊരു കാര്യം ചെയ്യൂ, ടെമ്പററി ആയിട്ട് 6 മാസം ഇവിടെ ജോലി ചെയ്തോളൂ, നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ ടൈം എംപ്ലോയി ആക്കുന്നതിനെ പറ്റി ചിന്തിക്കാമെന്ന് സാങ്കിൻ പറയും. ഇത് കേൾക്കുമ്പോൾ അതിനങ്ങ് സന്തോഷം സഹിക്കാൻ വയ്യ. ഒരുപാട് താങ്ക്സ് ഒക്കെ പറയും. അതിന്റെ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ സാങ്കിന് സന്തോഷമാവും. എല്ലാവരും ലഞ്ച് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ പാർട്ടീഷൻ ഒന്നും ഇല്ല, എല്ലാം സാങ്കിൻ പറഞ്ഞ കൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ദേഷ്യം വരും. സാങ്കിനാണെങ്കിൽ മിസ് ബാങ്കിനെ പരിചയപ്പെടുത്തി കൊടുക്കും. എനിക്ക് ഹെൽപ്പ് കിട്ടി, പുതിയ ആളാണ്, എല്ലാവരും പരിചയപ്പെട്ടോളൂ, പിന്നെ ഓഫീസ് എല്ലാം ഒന്ന് നടന്ന് കാണിച്ചു കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കും. ഇതാണോ നന്നായിട്ട് എല്ലാവരും ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്? ഞാൻ അറിയാതെ എങ്ങനെയാണ് പുതിയൊരാളെ എടുത്തതെന്നൊക്കെ ചോദിച്ചിട്ട് സുഹൂക്ക് സാങ്കിന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് നീ ശ്രദ്ധിച്ചില്ലേ, ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. പിന്നെ ആ കുട്ടിക്കാണെങ്കിൽ ഒന്നിനും മടിയില്ല, ചലഞ്ചസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് യാതൊരു മടിയില്ല. പിന്നെ ബുക്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് എടുത്തത്. ഡെബോറയുടെ പ്രോജക്റ്റ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഹെൽപ്പിന് ഒരാളെ കൂടി വേണ്ടി വരും. അപ്പോൾ എടുത്തത് എന്തായാലും നന്നായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. അപ്പോൾ ബോറയുടെ പ്രോജക്റ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്കിനും ഇവനിങ്ങനെ നോക്കിയിട്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല, അത് ഇതുവരെ നമ്മൾ ഫൈനലൈസ് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കും. ഇനി എന്ത് ഫൈനലൈസ് ചെയ്യാൻ, കോൺട്രാക്ട് അയച്ചു കൊടുത്തു, അതിന് സൈൻ ചെയ്ത് കിട്ടിയാൽ മതി, വേറെ ഒന്നും ആലോചിക്കാനില്ലല്ലോ എന്ന് സാങ്കിൻ ചോദിക്കും. അപ്പൊ അങ്ങനെയല്ല, മനുഷ്യരുടെ കാര്യമല്ലേ, എന്തെങ്കിലുമൊക്കെ അൺസർട്ടനിറ്റീസും എന്തെങ്കിലുമൊക്കെ റിസ്ക്കും ഒക്കെ വരുമല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇവൻ
എങ്ങും തൊടാതൊക്കെ പറയും. എന്താണ് സംഭവിച്ചതെന്നൊന്നും പറയത്തില്ല. കാരണം ഇപ്പൊ ഇനി അവളുടെ അവസ്ഥ എന്താണ്, അവളിത് ചെയ്യാനായിട്ട് റെഡിയാണോ ഒന്നും അറിയത്തില്ലല്ലോ. പിറ്റേ ദിവസം ബോറ വന്ന് കഴിക്കാനായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ ഭൂമിക്ക് മനസ്സിലാവും എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായോ എന്ന് ചോദിക്കും. ബോറ അതിന് മറുപടി പറയത്തില്ല. ഇപ്രാവശ്യം എന്നെ വിളിക്കട്ടെ, ഞാൻ എന്തായാലും കോംപ്രമൈസിനൊന്നും നോക്കണ്ടാന്ന് തന്നെ പറയത്തുള്ളൂ. എന്തെങ്കിലും ദേഷ്യപ്പെട്ട് കാണും ഒരാവശ്യമില്ലാതെ. ഇപ്രാവശ്യം അങ്ങോട്ട് വന്ന് സോറി പറയണമെന്നൊക്കെ തന്നെ ഞാൻ പറയാൻ പോകുന്നതെന്നൊക്കെ ഭൂമി പറയുമ്പോൾ ബോറയ്ക്ക് ദേഷ്യം വരും. എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, നീ ഇതിൽ ഇടപെടരുതെന്ന് പറയും. ബോംബെ നേരം ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ജുവാന് മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിച്ച് ബോറ അതെല്ലാം വാങ്ങിച്ചു നോക്കും. അവർക്ക് വന്ന മെസ്സേജസും എല്ലാം നോക്കുന്നുണ്ട്. ഇത് സാങ്ജിന്റെ എക്സ് വൈഫാണ്. യുരങ് വർക്ക് ചെയ്യുന്ന ഫാഷൻ മാഗസിന്റെ ചീഫ് എഡിറ്റർ ആണ്. അപ്പൊ അവരൊരു ഇവന്റ് കണ്ടക്ട് ചെയ്യുകയാണ്. അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലെ ഒരു പരിപാടി എന്ന് പറയുന്നത് ബോറയുടെ സ്പീച്ച് ആണ്. എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇവന്റ് ആണ്. ഇൻഡസ്ട്രി മൊത്തം ഇത് സംസാര വിഷയമാകണം, ആ രീതിക്ക് വേണം നമുക്ക് ഇത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. യൂജങ്ങും ബോറയും കൂടി മീറ്റ് ചെയ്യും. നടന്ന സംഭവങ്ങളൊക്കെ ബോറ യൂജങ്ങിന്റെ അടുത്ത് പറയും. അപ്പൊ യൂജങ്ങിന് അങ്ങ് ദേഷ്യം വരും. അപ്പൊ മനഃപൂർവ്വം ഇത് ചെയ്തതാണോ, അത് ആന്റിയുടെ മോളല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാമായിട്ടിരിക്കുകയാണ്. നീ എന്താണ് ദേഷ്യപ്പെടാത്തതെന്ന് ചോദിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം, അവരെ പോയി അടിക്കണോ, അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം എന്നൊക്കെ വളരെ സമാധാനപരമായിട്ടാണ് ബോറ സംസാരിക്കുന്നത്. എന്നിട്ട് യൂജങ്ങിന്റെ അടുത്ത് പറയും, ഇനി എന്നെ പ്രപ്പോസ് ചെയ്തിട്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ ചിന്ത വന്നപ്പോൾ ടെൻഷൻ വന്നതായിരിക്കും, അങ്ങനെ പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കും. ഇത്രയും കാലത്തെ ഞങ്ങളുടെ റിലേഷൻ അങ്ങനെ ഈ ഒരു മിസ്റ്റേക്കിന് വേണ്ടിയിട്ട് കളയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അവർ തമ്മിൽ അങ്ങനെയുള്ള റിലേഷൻ ഒന്നും കാണത്തില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വാലിഡേഷന് വേണ്ടിയിട്ട് യൂജങ്ങിന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ഇവള് സ്വയം സമാധാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് യൂജങ്ങിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന എല്ലാം സമ്മതിച്ചു കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല എന്ന് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. ജിൻവുവിന്റെ ഫ്രണ്ടാണ് ജുവാൻ. അങ്ങനെ ജുവാൻ അവനെ കാണാനായിട്ട് വരും. യൂജങ് എന്തെങ്കിലും പറഞ്ഞോ, ബോറ എന്തെങ്കിലും പറഞ്ഞോ, ഇവരെല്ലാരും അറിഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ എന്ത് പറഞ്ഞെന്ന്, എന്താ പ്രശ്നം, എന്താണെങ്കിലും എന്നോട് പറയാനായിട്ട് ജിൻവു പറയും. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറയും യൂജങ്ങും തിരിച്ചു വരും. കഫേയുടെ വെളിയിൽ ജുവാന്റെ വണ്ടി കാണുന്നുണ്ട് തന്നെ, അവൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ വേറെ എവിടെയെങ്കിലും പോകണമെന്ന് യൂജങ് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് ബോറ പറയും. കാരണം ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവരകത്തേക്ക് ചെല്ലും. അപ്പോൾ അവിടെ ജുവാന്റെ അടുത്ത് ജിൻവു പറയുന്നതാണ് ഇവർ കേൾക്കുന്നത് ആദ്യം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഉടനെ പോയി ബോറ അടുത്ത് സോറി പറയണം. ഇത് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നമുക്കത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ തുറന്നു പറഞ്ഞ് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അവിടെ തീരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നങ്ങൾ വലുതാകത്തേ ഉള്ളൂ. എന്നാലും നീ ശരിക്കും ബോറയെ ചീറ്റ് ചെയ്തതാണോ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എത്ര കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇത് ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിന് അപ്പുറം കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഇവരതിന്റെ മറുപടി കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ജിൻവു തന്നെ പറയും, അല്ലെങ്കിൽ വേണ്ട, നീ അതിനൊന്നും മറുപടി പറയണ്ട, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല. യൂജങ് വന്ന് ചോദിക്കുമ്പോൾ ഞാനെല്ലാം പറയും, അങ്ങനെ ബോറെ അറിയും, അതിന്റെ ആവശ്യമില്ല, നീ എന്നോടൊന്നും പറയണ്ട എന്ന് പറയും. എന്താണ് പ്രശ്നം, ബോറ അടുത്ത് പഴയതുപോലെ സ്നേഹമൊന്നും തോന്നുന്നില്ലേന്ന് ജിൻവു ചോദിക്കുമ്പോൾ ജുവാൻ പറയുന്നത്, എനിക്ക് ബോറെ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനായിട്ട് വയ്യ. ഫുൾ ടൈം എൻ്റെ കൂടെ വീട്ടിലുണ്ടാവും, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എല്ലാം കൂടെ ഉണ്ടാവും. അത് എനിക്ക് സ്നേഹമാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം ബോറയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. അപ്പോൾ ജിൻവു പറയാം, അതിനാണല്ലോ ആളുകൾ കല്യാണം കഴിക്കുന്നത്, അത് നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. കുറെ കഴിയുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയാണ്, അത് നമ്മൾ രണ്ടുപേരാണ്, അങ്ങനെയാണ് ലൈഫ് ഷെയർ ചെയ്യുന്നത്. ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ്, കുഴപ്പമില്ല, എന്തായാലും ബോറ കണ്ടുപിടിച്ചു, നീ പോയി ക്ഷമ ചോദിച്ചാൽ മതി, ബോറ നിന്നോട് ക്ഷമിക്കും, ഫൊർഗീവിങ് ആണ് ആള്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി ക്ഷമ ചോദിക്കാനായിട്ട് പറയും. ഉടനെ ഇവൻ പറയുന്നത്, ഇല്ല, നിനക്ക് ബോറയുടെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ്, ആള് ഭയങ്കര ക്ലിങ്ങിയാണ്, ഇപ്പൊ ഞാൻ പോയി ക്ഷമ ചോദിച്ചാലും അവൾ എന്നോട് ക്ഷമിക്കും. പക്ഷെ ജീവിതകാലം മുഴുവൻ ഞാനൊരു തെറ്റുകാരനായിരിക്കും, ആ രീതിയിലായിരിക്കും എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ബോറയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. എന്നെ ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ചിന്ത, ഇതാണ് നിന്റെ ചാൻസ്, നീ ഓടി രക്ഷപ്പെട്ടോ എന്നാണ്. അതെന്തായാലും സ്നേഹമാവാൻ വഴിയില്ലല്ലോ എന്നാണ് ഇവൻ പറയുന്നത്. ഇതെല്ലാം ഇവർ പുറത്തുനിന്ന് കേൾക്കുമായിരുന്നു. ബോറ ഷോക്ക്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അവളൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുമ്പോൾ യൂജങ് പുറകേന്ന് വിളിക്കും. അപ്പോൾ അകത്തുനിന്ന് ഇവർ കേൾക്കും, അവർക്ക് മനസ്സിലാവും ഇവർ പുറത്തുണ്ടെന്ന്. യൂജങ് ആ ദേഷ്യത്തിനകത്ത് എന്നിട്ട്, നന്നായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണം, എന്തായാലും രണ്ടുപേരുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് പറ്റിയല്ലോ, വീട്ടിലേക്ക് വാ, ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ജിന്നുവിന്റെ അടുത്ത് പറഞ്ഞിട്ടും കൂടിയാണ് ഇവിടെ തിരിച്ചു പോകുന്നത്. ബോറയുടെ കൂടെ യൂജങ് വീട്ടിലേക്ക് വരും. കാരണം അവൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണെന്ന് യൂജങ്ങിന് മനസ്സിലായി. വീട്ടിൽ വരുമ്പോൾ ബോമി അവളെ ഗ്രീറ്റ് ചെയ്യും. അപ്പൊ ഇവള് പെട്ടെന്ന് തന്നെ അവളുടെ റൂമിലേക്ക് പോയി കതവം അടയ്ക്കും. അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും യൂജങ് പ്രശ്നം ഉണ്ടെന്ന് കാണിച്ചിട്ട് ഇവളുടെ കൂടെ റൂമിലേക്ക് ചെല്ലും.
എനിക്ക് അവിടെ കേട്ടതൊന്നും ഓർമ്മയില്ല യുജങ് എന്ന് പറഞ്ഞിട്ട് ഇവള് കരയും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പക്ഷേ ജുവാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ പറഞ്ഞു എന്ന് ഇവളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയുന്നത് ചീറ്റിംഗ് ആണ് ഏറ്റവും വേസ്റ്റ് ആയ കാര്യം എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ചീറ്റ് ചെയ്തു എന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. ഇന്ന് കേട്ടതൊന്നും ഞാൻ കേട്ടില്ല എന്ന് നടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പൊട്ടിക്കരയും. ഞാൻ ഇനി എന്ത് ചെയ്യും എന്നെല്ലാം ചോദിച്ചിട്ടാണ് ഇവള് കരയുന്നത്. ജുവാൻ ചീറ്റ് ചെയ്യുന്നെന്ന് നേരത്തെ അറിയായിരുന്നു അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് യുജങ് വരുന്നത്. അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ അവനോട് അങ്ങനെയൊക്കെ ചോദിച്ചു തന്നോടനെ ജിൻവു പറയും. നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ മറച്ചു പിടിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് വളരെ മോശമായിപ്പോയി. കാരണം ബോറ ഇവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ടാണ്. അപ്പോൾ ഇത്രയും വലിയൊരു തെറ്റ് അവൻ ചെയ്തിട്ടും അതിനെ ന്യായീകരിക്കാനായിട്ട് നോക്കിയത് തെറ്റായിപ്പോയി എന്നുള്ള രീതിക്കാണ് യുജങ് സംസാരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെ അഫെക്ഷൻ ഒന്നും കാണത്തില്ല, പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോകുന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ തമാശയായിട്ടാണ് പറഞ്ഞതെന്ന് ജിൻവു പറയും. ഇത്തരത്തിലെ കാര്യങ്ങൾ പറയുന്നത് തമാശയല്ല ഒരിക്കലും. അതൊന്നും തമാശയായിട്ട് കൂട്ടാനും പറ്റത്തില്ല. ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുന്നത് തന്നെ എനിക്ക് ദേഷ്യമായിരുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് തന്നെ അത് പറയുന്നത് കേൾക്കേണ്ടി വന്നു. ഒരു അഫെക്ഷനും സ്നേഹവും ഒന്നുമില്ലാതെ ഒരു ഹസ്ബൻഡും വൈഫുമായിട്ട് ആർക്കെങ്കിലും താമസിക്കാനായിട്ട് പറ്റുമോ ഒന്നിച്ച്? അതൊരിക്കലും തമാശയല്ല. എനിക്കതൊക്കെ കേട്ടിട്ട് ദേഷ്യമല്ല വന്നത്, സങ്കടമാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഇവള് ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോവും. ബോമി ചെന്ന് നോക്കുമ്പോൾ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിളിക്കാതെ അവൾ പോകും. പിറ്റേ ദിവസം ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഇവളെ ചെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. അന്നേരം കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം ഇപ്പോൾ കരച്ചിലാണ്. രാത്രിയിൽ അവൾക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. എന്നിട്ട് ഇവളിങ്ങനെ മെസ്സേജ് എന്തെങ്കിലും വന്നോ നോക്കുമ്പോഴത്തേക്കും അവർ സോറി മാത്രമാണ് അയച്ചേക്കുന്നത്. എൻ്റെ തെറ്റാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി അത് ആവർത്തിക്കത്തില്ല, അങ്ങനെയൊക്കെ ഇവള് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവളിങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുകയാണ്, ഉറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ കിടക്കുമ്പോൾ ഒരു മെസ്സേജ് വരും. അത് ജുവാൻ്റെ ആണ്. ഞാൻ വീണ്ടും വെളിയിലുണ്ട്, താഴേക്ക് വരണം, നീ വരുന്നത് വരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവൻ നിൽക്കുന്ന കണ്ടിട്ടും മിണ്ടാതെ ഫ്രണ്ടിലേക്ക് നടന്ന് സോജു ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇവനും പുറകെ ചെല്ലും. അവിടെ ഇരുന്നിട്ട് രണ്ടുപേരും ഒന്നും മിണ്ടത്തില്ല. ഇവളാണെങ്കിൽ 4-5 കുപ്പി കുടിച്ചു തീർക്കും. കുറച്ച് കഴിയുന്നുണ്ട് ഇവൻ സോറി പറയും. അപ്പം എന്തിനാണ് നമ്മൾ ചോദിക്കും. ഇവനൊന്നും മിണ്ടാതിരിക്കും. പിന്നെ എന്തെങ്കിലും പറയും, തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ ഇവൾ പറയും എന്ന് ഇവൾ പ്രതീക്ഷിക്കും. പക്ഷെ ഇവൻ മിണ്ടത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, അവൾക്ക് നേരെ നടക്കാനൊന്നും വയ്യ. വീഴാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇവൻ പിടിക്കും. അപ്പം എന്നെ പിടിക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നീ പറഞ്ഞ കൂട്ട് ഞാൻ ആരാണ്? എനിക്ക് വേണ്ടി നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിന്റെ ലൈഫ് ഇങ്ങനെ നശിപ്പിക്കരുത്. ഭൂമിക്ക് വേണ്ടിയിട്ടെങ്കിലും നീ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് കരയുന്നതൊക്കെ നിർത്തി നന്നായിട്ട് ജീവിക്കണം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും. നീ ആരാണ് ഭൂമിയുടെ പേര് പറയാൻ? നീ ശരിക്കും എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ചോദിക്കും. ഇവളിങ്ങനെ 2 ദിവസമായിട്ട് ഉറങ്ങാതിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഭൂമി ഇവർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ മെസ്സേജ് അയക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ബോറയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൾ മെസ്സേജ് അയച്ചതിൻ്റെ പേരിലാണ് ഇവൻ വരുന്നത്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കുറ്റബോധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണല്ലേ നിങ്ങളിത് ചെയ്തത് എന്നവൾ ചോദിക്കും. അപ്പോൾ അങ്ങനെയല്ല, നമുക്കിടയിൽ ഓൾറെഡി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് ഇവൻ പറയും. ബോറ ചോദിക്കും, എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്? അങ്ങനെ വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം. കാരണം നിങ്ങൾ ചീറ്റ് ചെയ്തു, അത് നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിന് നിങ്ങൾ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ മരിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട്, നാളെ മരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ അയാളെ കൊല്ലുവാണെങ്കിൽ അത് കൊലപാതകം തന്നെയാണ്, അല്ലാതെ അയാളുടെ മരണമല്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്തതും. നമ്മുടെ 3 വർഷത്തെ റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഈ ചീറ്റിങ്ങിനും കൂടി ഒരു കാര്യമില്ലാതെ ടെറിബിളായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനുള്ള കാരണമായിട്ട് മാറിയേക്കുന്നത്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് നന്നായിട്ട് ദേഷ്യപ്പെടും. ഇവന് ഈ കേൾക്കുന്നതൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇവള് വീണ്ടും പറയും, ശരിയാണ്, എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം സ്വഭാവത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതെല്ലാം കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് കൂടുതലായിട്ട് ട്രൈ ചെയ്യുകയാണ് ചെയ്തത്, എല്ലാം ശരിയാകും എന്ന് വിചാരിച്ചിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ പറയുന്നത് അങ്ങനെ ട്രൈ ചെയ്യുന്നത് സ്നേഹമല്ല എന്നാണ്. പിന്നെ എന്താണ്? അവളുമായിട്ടുള്ളതാണ് നിങ്ങളുടെ സ്നേഹം, അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്നേഹം എന്നൊക്കെ ചോദിക്കും. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇത് എങ്ങും എത്തത്തില്ല, എന്ത് വേണമെങ്കിലും നീ വിചാരിച്ചോളാൻ പറഞ്ഞിട്ട് ഇവൻ കൂടുതലൊന്നും പറയാതെ അവിടുന്ന് ദേഷ്യപ്പെട്ട് നടന്നു പോകും. ഇത് കാണുമ്പോൾ ഇവർക്ക് ദേഷ്യം വരും. അപ്പം നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെങ്കിൽ ശരി ഒന്നിച്ച് ജീവിച്ചോ, പക്ഷെ നിങ്ങളെ കൊണ്ട് അത് പറ്റത്തില്ല എന്ന് എനിക്കറിയാം. കാരണം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇമേജ് കോൺഷ്യസ് ആണ്, അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. പിന്നെ ഒരുപാട് പെൺകുട്ടികൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളൊരു അഹങ്കാരം നിങ്ങൾക്കുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ടോ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടാണ്. അതാണ് അവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് എന്നും കൂടി പറയും. ഇത് കേൾക്കുമ്പോൾ ഇവന് ദേഷ്യം വരും. നീയും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? നീ പിന്നെ എന്താണ് ചെയ്യുന്നത്? അവരും നീയും തമ്മിൽ എന്താണ് വ്യത്യാസം? നിനക്കും ഇതൊക്കെ തന്നെയല്ലേ വേണ്ടിയിരുന്നത്? എന്തിനാണ് എന്നെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചത്? അപ്പോൾ ആ കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് അതല്ലേ നീ നോക്കിയത്? അല്ലെന്ന് നിനക്ക് പറയാനായിട്ട് പറ്റുമോ? നമ്മളെപ്പോൾ പുറത്തു പോയാലും നീ എന്ത് ചെറിയ കാര്യത്തിലാണെങ്കിലും ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് എന്തിനാണ്? നീ ഇപ്പം ഈ ചെയ്യുന്നതും നിന്റെ ഈഗോയും പ്രൈഡും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ലല്ലോ എന്നൊക്കെ ഇവൻ തിരിച്ചു ചോദിക്കും. ഞാനിങ്ങനെ ക്ഷമിക്കാൻ പറ്റാത്ത എന്ത് തെറ്റാണ് ചെയ്തത്? അത്രയ്ക്ക് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്?
നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ എത്രയോ പ്രാവശ്യം നീ ബ്രേക്കപ്പ് ആവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിനക്ക് എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്? ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയാണ് അതിന് ഉത്തരവാദി. നല്ല രീതിക്കാണ് നമ്മൾ ബ്രേക്കപ്പ് ആയിരുന്നെങ്കിൽ അതിനുശേഷം നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് തുടരായിരുന്നു. ഇപ്പോൾ അതും പറ്റാതായല്ലോ എന്നും ഇവൻ പറയും. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ദേഷ്യം കൂടും. അത് നോക്ക് തന്നെ അവിടെ വേസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേസ്റ്റിന്റെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഗാർബേജ് എടുക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാം കൂട്ടിയിട്ടേക്കുമായിരുന്നു. നമ്മൾ എന്താണ് ഈ ഗാർബേജിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കരുതോ എന്ന് ഇവൻ ചോദിക്കുമ്പോഴത്തേക്കിനും നീ ഗാർബേജ് ആണ്, അതുകൊണ്ടാണ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കേണ്ടി വന്നതെന്ന് ഇവള് തിരിച്ചു പറയും. ഉടനെ ഇവനാണെങ്കിൽ ഓടി ആ വണ്ടി കയറും. ശരി, ഞാൻ ഗാർബേജ് ആണ്, അങ്ങനെയാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകാനായിട്ട് അവരോട് പറയും. അപ്പൊ അവർക്കൊരു നിവൃത്തിയില്ല, രണ്ടുപേരും കൂടി അവിടെ നിന്ന് വഴക്കുണ്ടാക്കുകയാണ്. ഞാൻ ഗാർബേജ് ആണെങ്കിൽ നീ എന്താണ്, നീ ടോക്സിക് വേസ്റ്റ് ആണെന്നാണ് ഇവൻ ബോറയെടുത്ത് പറയുന്നത്. രണ്ടുപേരും ഒരുവിധമാണ് ഒരു വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് വണ്ടിയും കൊണ്ട് പോകുന്നത്. ബോറ എന്നിട്ട് റോഡിലിരുന്ന് കരയും.